لم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها لم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. ഏറ്റവും വലിയ ഇസ്ലാമിക സന്ദേശത്തെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ലോകത്തെല്ലാവർക്കും ഒരു മഹാസാമ്രാജ്യമായി, ഈ മാനം കുത്തിയ പ്രദേശം മുഴുവനും ഒരു സാമ്രാജ്യമാക്കി അവിടെയെല്ലാം സന്ദേശം, അവിടെയെല്ലാം സ്നേഹവും സഹോദര്യവും നൽകുന്ന സന്ദേശമാണ് ബഹുമാനപ്പെട്ട ദീനിന്റെ സന്ദേശം. എല്ലാവർക്കും സമാധാനം. ഇവിടെ എന്റെ സ്നേഹിതൻ ഫാദർ വിൻസെന്റ് പറഞ്ഞത് ഒറ്റ വാക്കുകൊണ്ട് ഞാൻ തിരുത്തുകയാണ്. എന്തിനാണ് പ്രപഞ്ചം പടച്ചത്? ഒരു സമൂഹത്തിനൊന്നടങ്കം വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെളിച്ചമാണ് സന്ദേശം. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. വെളിച്ചം കിട്ടണം. വെളിച്ചത്തെ സാർവത്രികമാക്കലാണ് പ്രപഞ്ച കർമ്മത്തിന്റെ ഉദ്ദേശം. ആ വെളിച്ചമാണ് എല്ലാം. കരുണയും വെളിച്ചാണ്, സ്നേഹം വെളിച്ചാണ്, എല്ലാം വെളിച്ചാണ്. നന്മ വെളിച്ചമാണ്, എല്ലാം വെളിച്ചം തന്നെ. അള്ളാഹു വെളിച്ചം, അള്ളാന്റെ ഖുർആൻ വെളിച്ചം, എല്ലാം വെളിച്ചമാണ്. കിതാബുഹു നൂറുൻ വഖലമുഹു നൂറുൻ. അവന്റെ കിതാബ് വെളിച്ചമാണ്, അതിന്റെ പേന വെളിച്ചമാണ്. ആ കിതാബിന്റെ ആയത്തുകൾ വെളിച്ചമാകുന്നു. അത് കിട്ടിയ മനുഷ്യൻ വെളിച്ചമാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ റബ്ബി. അല്ലാഹുവിന്റെ വെളിച്ചം അയാൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വെളിച്ചമാണ് സന്ദേശം. ആ വെളിച്ചം പ്രണയമാകുന്നു, ആ വെളിച്ചം നന്മയാകുന്നു, ആ വെളിച്ചം എല്ലാത്തിനെയും മൂടി നിൽക്കുന്ന ദിവ്യ സന്ദേശമാകുന്നു. അതാണ് വെളിച്ചം. ആ വെളിച്ചത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം. ആ വെളിച്ചത്തെ സാർവത്രികമാക്കലാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറയും. അള്ളാഹു തആല നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. പക്ഷേ നമ്മൾ ഈ വെളിച്ച സന്ദേശം നിലനിൽക്കാൻ മുസ്ലിം സമുദായം, എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട വേറെ ചില ആളുകൾ കൂടിയുണ്ട്, എന്റെ ക്രിസ്തീയ സഹോദരന്മാർ, അതേപോലെ തന്നെ ഹൈന്ദവ ക്രിസ്തീയ പണ്ഡിതന്മാർ, ഹൈന്ദവ സന്യാസിമാർ, അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇത് പറയേണ്ടതാണ്. മാനവികത നിലനിൽക്കണമെങ്കിൽ നമ്മളൊക്കെ ഒന്നാണ് എന്നൊരു ബോധം ഉണ്ടാവണം. എല്ലാവരും ഒന്നാണ്, നമ്മളൊക്കെ ഒന്നാണ് മനുഷ്യൻ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും എന്ന സന്ദേശം. അയൽക്കാരന് ഇവിടെ വയസ്സ് പറഞ്ഞില്ലേ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചവൻ എന്നിൽപ്പെട്ടവനല്ല പുണ്യനബി പറഞ്ഞല്ലോ. അത് മാത്രമൊന്നുമല്ല പറഞ്ഞത്, അതിനേക്കാൾ വിശാലമായി പറഞ്ഞു. അമ്മാ ജാറുൻ ലഹു ഹഖ്ഖുൻ വാഹിദുൻ ഫജാറുൻ മുശ്രികുൻ. അയൽവാസിയായ ക്രിസ്ത്യാനിയോട് നിനക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതനാകുമെന്ന് പുണ്യനബി. അയൽവാസിയായ ക്രിസ്ത്യാനിയോട് ബാധ്യതയുണ്ട്, അയൽക്കാരനായ ഹിന്ദുവിനോട് ബാധ്യതയുണ്ട്. ഒരടിസ്ഥാനം, ആ ഒരു ഒന്നാകൽ. നമ്മളെല്ലാം ഒന്നാണ്. ഇവിടെ നിന്ന് പോയല്ലോ ശ്രീധരൻ പിള്ള, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറാടിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി കോഴിക്കോട് അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ദൃക്സാക്ഷികൾ എന്നോട് പറഞ്ഞു, കയ്യെ ശ്രീധരൻ പിള്ളയും അവരുടെ അമ്മയും ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് കൈ ഇങ്ങനെ നെറുകയിൽ വെച്ചിട്ട് തങ്ങളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു സന്ദേശം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അത് ഒളിഞ്ഞും തെളിഞ്ഞും അതേ പറയാൻ പാടുള്ളൂ. ഒളിഞ്ഞ് രണ്ടാമത്തെ ഒരു വാക്കുണ്ടാകാൻ പാടില്ല. ഞാൻ പറയാറില്ല, ഞാൻ അറിയുന്നവർ പറയാറില്ല, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം പറയാറില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100% ഉറപ്പാണ്, ഒളിഞ്ഞ് ഇതല്ലാത്തൊരു വാക്ക് പറയൂല. അത് ഉറപ്പാണ്, അതൊരിക്കലും ഉണ്ടാവില്ല. ഒളിഞ്ഞ് മറ്റൊന്ന് പറയുന്നവർ കപടന്മാരാണ്. കപടന്മാർ നരകത്തിന്റെ അടിക്കുഴിയിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖൈറില്ലാത്ത കൂടിച്ചേരലുകൾ ഇല്ലാതാക്കുക. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ആള് തമ്മിൽ കൂടുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലാതെ കൂടരുത് എന്ന് വിശുദ്ധ ഖുർആൻ.
അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രാത്രി വാതിലടച്ച് വിളക്ക് കൊളുത്തിയിട്ടുള്ള യോഗങ്ങൾ ഇല്ലാതാക്കുക, ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന യോഗങ്ങൾ ഇല്ലാതാക്കുക. ആ യോഗങ്ങൾ ഖുർആനിന് എതിരാണ്. സ്പഷ്ടം. സൂറത്തു നിസാ 114 ആയത്ത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. കൂടിച്ചേരലുകളിൽ പലപ്പോഴും ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. ഏത് കൂടിച്ചേരൽ ഒഴികെ ഒന്ന് സ്വതക്ക കൽപ്പിക്കാൻ വേണ്ടി, ഒരു റിലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു യോഗം കൂടി, അത് നല്ലതാണ്. പിന്നെയോ ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നല്ലത് കൽപ്പിക്കാൻ വേണ്ടി ഒരു യോഗം കൂടി, അതും നല്ലതാണ്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ബൈനൽ മുസ്ലിമീൻ എന്നല്ല, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് എന്ന മനുഷ്യർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി യോഗം കൂടുക. അതിനുവേണ്ടി അതല്ലാത്ത യോഗങ്ങളിൽ ഒരു ഖൈറുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 114. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അങ്ങനെയല്ലാത്ത കൂടിച്ചേരലുകളിൽ ഒരു നേട്ടവും ഉണ്ടായിരിക്കുകയില്ല എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ഖുർആന്റെ കൽപ്പനയാണ്. അതായത് ഇസ്ലാഹ് ബൈനന്നാസ് അല്ലാത്ത ഒരു കൂടിച്ചേരലുകളും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ അവരുടെ സമുദായത്തോട് പറയേണ്ടതായ വാക്കാണിത്. അത് അവര് പറയട്ടെ. ക്ഷേത്രങ്ങളിലും ചർച്ചകളിലുമുള്ളവർ സമുദായങ്ങളോട് പറയട്ടെ, അവരവരുടെ സമുദായത്തോട് പറയട്ടെ. ഞാൻ എന്റെ സമുദായത്തോട് ഇത് പറയാണ്, ഇതൊരു ബാധ്യതയാണ്. അല്ലെങ്കിൽ ഖുർആൻ ഏറ്റെടുക്കേണ്ട ജനതയാണല്ലോ ലോകത്തെ മൊത്തം മനുഷ്യരോടായിട്ടും ഈ വിനയാന്വിതൻ വിനയത്തോടെ ഈ വാക്ക് സമർപ്പിക്കുകയാണ്. ഒരു കൂടിച്ചേരലും ഒരിക്കലും ഒരു നന്മ കൽപ്പിക്കാനല്ലാത്ത ഒരു കൂടിച്ചേരൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു യോഗം, ഒരു സമ്മേളനം, അതായത് കർഫ്യൂ ആണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ കർഫ്യൂ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കപ്പെടുന്നതാണ് ലോകത്ത്. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം എന്നും കർഫ്യൂ ആണ്. ഒരാളും കൂടിച്ചേരരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് പോലീസ് ഇങ്ങനത്തെ കൽപ്പനകൾ കൊണ്ടുവരും. പോലീസ് ഇങ്ങനെയുള്ള കൽപ്പനകളൊക്കെ കൊണ്ടുവരാറുള്ളത് അത് പലപ്പോഴും അത് ചെയ്യാറുള്ളത് ഒരു കലാപം ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ഖുർആൻ കലാപം ഉണ്ടാകുന്ന എല്ലാ രീതികൾക്കും എതിരാണ്. ഒരിക്കലും അങ്ങനത്തെ കൂടിച്ചേരൽ നടത്താൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കാത്ത ഒരു കൂടിച്ചേരൽ നടത്താൻ പാടില്ലാത്തതാണ് എന്ന് നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ കുറിച്ചൊന്നും വിചാരിക്കരുത്. ഒരു വ്യക്തിയെ കുറിച്ചൊന്നും വിചാരിക്കരുത്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കുറിച്ചൊന്നും വിചാരിക്കരുത്. യാ അയ്യുഹല്ലദീന ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅ്ളൽ ളന്നി ഇസ്മു വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ. സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി. മിക്കവാറും വിചാരങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. വിചാരങ്ങൾ പലപ്പോഴും കുറ്റകരമായിട്ട് ഭവിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാ അവരെന്നെ പറ്റി അങ്ങനെയാ വിചാരിക്കുന്നത്. ഹിന്ദുക്കൾ നമ്മളെ പറ്റി അങ്ങനെ ആയിരിക്കും വിചാരിക്കുക. ക്രിസ്ത്യാനികൾ നമ്മളെ പറ്റി അങ്ങനെ ആയിരിക്കും വിചാരിക്കുക എന്നൊരു ചിന്ത ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. കാരണം മാനുഷിക ലോകം മുഴുവനും ഒന്നാണ്. വിശുദ്ധ ഖുർആന്റെ സന്ദേശം എല്ലാം ഒന്നായതുകൊണ്ടാ ഇവിടെ പറഞ്ഞല്ലോ. ശ്രീധരൻ പിള്ള പറഞ്ഞല്ലോ, എന്തുകൊണ്ട് മദീനത്തെ പള്ളി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരാധിക്കാൻ തുറന്നു കൊടുത്തില്ലേ മുഹമ്മദ് നബി? ഞാൻ ആദ്യമൊക്കെ ഈ പ്രസംഗങ്ങൾ അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാക്കി പറയുന്ന കാര്യമാകും. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാവില്ലല്ലോ. ഒരു സമുദായ നേതാവ് മറ്റൊരു സമുദായത്തിലെ വിഭാഗത്തിന് തന്റെ പള്ളി ആരാധിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമല്ലേ? പക്ഷെ ഉണ്ടായിട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദും അതോ അതിനേക്കാൾ വലിയ രസം, അവർ പുണ്യനബിയെ തർക്കിച്ച് തോൽപ്പിക്കാൻ വേണ്ടി വന്നവരുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ പുണ്യനബിക്ക് സൽക്കാരം കൊണ്ട് വന്നവരല്ല അവർ. ചിന്തിക്കണം. ആരാ വന്നത്? നജ്റാനിൽ നിന്ന് വന്നു. ആര് വന്നു? നജ്റാനിലെ അബാഖറത്ത് വന്നു. നേതാക്കന്മാർ, ക്രിസ്തീയ നേതാക്കന്മാർ വന്നു മുഹമ്മദ് നബിയുടെ അരികിലേക്ക് തർക്കിച്ച് തോൽപ്പിക്കാൻ മുഹമ്മദ് നബിയെ. സംസാരം മധ്യേ അവരുടെ ആരാധനയുടെ നേരെ പള്ളി അവർക്ക് തുറന്നു കൊടുത്തു മുഹമ്മദ് നബി. ചില ആളുകളൊക്കെ പുണ്യനബിയോട് സംശയവും കൂറുകയും ചെയ്തു. അല്ല, നമ്മുടെ പള്ളിയിൽ അവർ ആരാധിക്കുകയോ അതെ വിട്ടോളൂ, അവർ ആരാധിച്ചോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന സമുദായം ഒരു കാരണവശാലും മറ്റൊരു സമുദായത്തെക്കുറിച്ചൊരു ദോഷ വിചാരം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വിചാരത്തെ വർജിക്കണം. വിചാരമാണ് പലപ്പോഴും ആപത്തുകൾ വരുത്തുന്നത്. അതിങ്ങോട്ട് വിചാരിക്കരുത്, ഇങ്ങോട്ട് വിചാരിക്കരുത്. ഏതോ അക്രമികൾ ചെയ്തതിന് അടച്ചാക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതരുത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ നാവ് തേഞ്ഞത് ഈ ഒരു സന്ദേശം ലോകത്തോട് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ല, പഠിച്ചവന് വേണ്ടി, നിങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഹിന്ദു ക്രൈസ്തവ സഹോദരങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയല്ല, പഠിച്ചവന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി രാവും പകലും ഇത് വിളിച്ചു പറയാ. അതുകൊണ്ട് അക്രമിയായിട്ടാണ് കാണേണ്ടത്. ഒരു മതത്തിന്റെ പേരിൽ അത് ചാർത്തുകയും ചെയ്യരുത്. എന്നാൽ അത് ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് താനും. വളരെ വേദനാജനകമായ ഒരു സംഭവം ഇത്. അതിനുശേഷവും ഇവിടെ ഒരു കൈവെട്ടൽ നടന്നതിന് ശേഷവും ഒരു കൈവെട്ടൽ നടന്നു. പക്ഷെ അതേക്കുറിച്ചൊന്നും പത്രങ്ങൾ വേണ്ടതുപോലെ കണ്ടില്ല എന്നതും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ അതും ചേർത്ത് പറയണമല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പത്രങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ കാണാതെ പോകുന്നു. സമുദായം ഒരിക്കലും ഒരു പരിപാടിയല്ല. തീവ്രവാദത്തിന്റെ പിന്നാലെ സമുദായമില്ല. ഏറ്റവും കൂടുതൽ സമുദായം ആദരിച്ച ആൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബാണ്. ഏറ്റവും കൂടുതൽ മിതഭാഷിയായ ആൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബാണ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നോക്കൂ, നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ വാക്ക് കുറച്ച് പറഞ്ഞ ആൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബാണ്. ഏറ്റവും കൂടുതൽ അന്യ സമുദായത്തെ ബഹുമാനിച്ചതും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബാണ് ഈ സമുദായത്തിന്റെ ഇന്നലെ വരെ നിലനിന്ന ഖുർആന്റെ ഒരു സിമ്പൽ എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിചാരങ്ങൾ ഉണ്ടാവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരങ്ങൾ ഉണ്ടാവരുത്. വിചാരങ്ങൾ നമ്മുടെ വിശാല വീക്ഷണത്തെ കളങ്കപ്പെടുത്തുമെന്നതുകൊണ്ട് വിചാരങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഗൗരവമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മെനക്കെടരുത്. എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തിന് തുള്ളിച്ചാടി. ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തിന് നിങ്ങൾ അതിന്റെ മേൽ എടുത്തു ചാടരുത് എന്ന് ഖുർആൻ പറയുന്നു. അൽ അജലത്തു മിനശ് ശൈത്വാൻ, സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ വചനം. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു ഇന്നാലിടത്ത് ഇന്നാലിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇതെല്ലാം. പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ, ചില വിവരങ്ങൾ കേൾക്കാം. പക്ഷെ ആ വിവരത്തിന്റെ പേരിൽ എടുത്തു ചാടാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അല്ലാജലത്തു മിനശ് ശൈത്വാൻ, ധൃതി പൈശാചികമാണ് എന്ന് വിശുദ്ധ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. എല്ലാ സന്ദേശവും സത്യത്തിന് വേണ്ടിയാ. എല്ലാ ദീനിന്റെ രീതികളും അല്ലാഹുവിന്റെ വിധിവിലക്കുകളും മനുഷ്യന്റെ മനസ്സിനെ പരസ്പരം കോർക്കാൻ വേണ്ടിയാവുന്നു. മരിക്കുന്ന ദിവസം പോലും പടയെങ്കി ചൂടന്റെ വീട്ടിൽ പടയപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് നബി. ഇതൊരു സന്ദേശമല്ലേ മനുഷ്യരെ? തന്റെ കുടുംബത്തിനുള്ള ചില്ലറ സായ ഗോതമ്പത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കിട്ടില്ലായിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പണയ സാധനം മടക്കിയെടുത്തോട്ടെ എന്ന് ചിന്തിച്ചുകൂടായിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായത്തിന്റെ നേതാവ് മരിക്കാൻ പോവുകയാണ്. ആ മഹാനായ പ്രവാചകന്റെ പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും അത് തിരിച്ചെടുക്കണമെന്ന വാശി ആ സമുദായത്തിന് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ല. എന്തുകൊണ്ട്? അത് ലോകത്തെ ഏറ്റവും വലിയ പാഠമാണ് ആ പടയങ്കി. ജൂതന്മാരുടെ പല കാര്യങ്ങളിലും ഇസ്ലാമിക സന്ദേശം വിയോജിച്ചിട്ടുണ്ട്. പക്ഷെ മാനുഷിക തലത്തിൽ നമ്മളെല്ലാം ഒന്നാണ്. ചിന്തിക്കുക, നമ്മളെല്ലാവരും ഒന്നാണെന്ന സന്ദേശം പുണ്യനബിയ അതൊരു പടയങ്കിയാണ്. ഒരു യുദ്ധോപകരണം, ഒരു കാരണവശാലും ഒരു യുദ്ധോപകരണം ഒരു താൻ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഏൽപ്പിക്കാൻ പാടില്ലാത്തതാണ്. യുദ്ധോപകരണത്തിന്റെ കാര്യമല്ലേ അത്? യുദ്ധോപകരണം വിൽക്കുന്നത് പോലും താൻ ഭയക്കുന്ന ഒരാൾക്ക്, താൻ ഭയപ്പെടുന്ന ഒരാൾക്ക് ഒരു യുദ്ധോപകരണമോ ഒരു മാരകായുധമോ വിൽക്കാൻ പോലും പാടില്ലാത്തതാണ്. ഇത് പടയങ്കിയാണ്, യുദ്ധോപകരണം. യുദ്ധോപകരണം പടയപ്പെടുത്തിയ ആര്? സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ? ഒരു ചൂടന്റെ വീട്ടിൽ. അതിനു മുമ്പോട്ട് മരിക്കുന്നതിന് മുമ്പ് എടുത്തതുമില്ല. എന്തിന്? മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം.
അബൂദറിനോട് പറഞ്ഞു, അബൂദറെ, പെട്ടെന്ന് സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അതെന്താണ്? ഏതോ ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന ആ ഒരു ചിന്തയിൽ അബൂദർ പുണ്യ നബിയോട് പറഞ്ഞു, നബിയെ, എന്നാൽ എനിക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ കിടക്കാനുള്ള മാർഗം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതാ തൊബഖ്ത മറഖതൻ ഫാക്തിർ മാഅഹാ, നീ വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ കുറച്ച് കഴി വതഅഹദ് ബിഹാ ജിറാനക, അയൽ വീട്ടിലേക്ക് കൊടുത്തേക്കുക. അയൽ വീട്ടിലെ തോമസിന്, അയൽ വീട്ടിലെ കൃഷ്ണന്, എല്ലാവർക്കും അയൽ വീട്ടിലുള്ളവർക്കൊക്കെ നീ കുറച്ച് കറി അങ്ങോട്ട് കൊടുത്തേച്ചാൽ എളുപ്പത്തിൽ നിനക്ക് സ്വർഗത്തിൽ കിടക്കാമെന്ന്. ഭക്ഷണം എല്ലാ വീട്ടിലും ഒന്നായിരിക്കും, കറി വിഭിന്നമായിരിക്കും. അതുകൊണ്ടാണ് ചിന്തിക്ക്, ചോറെല്ലായിടത്തും ഒരേപോലെ അരി കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കും. പ്രധാന ഭക്ഷണ സാധനം എല്ലാവർക്കും ഒന്നായിരിക്കും, പക്ഷെ കറി വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് അവന്റെ അവിടെ കഴിക്കണം, ഇവിടെ കഴിക്കാം, ഇവിടെ അങ്ങോട്ട് കഴിക്കാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ ജിറാനക എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ മാനവികർക്ക് ആരൊക്കെ കളങ്കം കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. പുണ്യനബി എപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു. ഒരാൾ കാബീലിന്റെ കാര്യം എപ്പോഴും പറഞ്ഞിരുന്നു, മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി. ഈ ഭൂമിയിൽ എവിടത്തൊരാൾ മരിച്ചു വീണാലും അതിൽ ഒരു ശിക്ഷ കാബീലിനുണ്ടായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല, കൊലപാതകം ലോകത്താദ്യമായി കൊണ്ടുവന്നത് കാബീലാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി നബാബിന ആദമ إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك إنما يتقبل الله من المتقين. പുണ്യനബിയെ അടിക്കടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആദമിന്റെ വസ്ലു അലൈഹിം, അടിക്കടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആദമിന്റെ 2 മക്കളുടെ ചരിത്രം. ഒന്ന് കാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം പറഞ്ഞു കൊടുക്കണം. കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി. അന്ന് മുതൽ ലോകത്ത് നടന്ന എല്ലാ കൊലപാതകത്തിന്റെയും ഒരളവ് കാബീലിന് ലഭിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകന്നമാ ഖതലന്നാസ ജമീഅ. ആരെങ്കിലും ഒരു മനുഷ്യനെ കാരണമായി കൊന്നാൽ സർവ്വ മനുഷ്യരെയും കൊന്നവരാണ് പോലെയാണ് അവൻ എന്ന്. കൊന്നവനെ പോലെ അത്രയും വലിയ ആപത്താണ് അവൻ ചരിച്ചു വെച്ചത് വരുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. പറഞ്ഞത് അതിൽ അവന്റെ ആളുകളെയും അവന്റെ എതിരാളികളെയും ഉൾപ്പെടുത്തി, സർവ്വ മനുഷ്യരെയും, അവന്റെ ആളാവട്ടെ അവന്റെ എതിരാളിയാവട്ടെ എല്ലാവരെയും. അല്ല, അവനെ തന്നെയും കൊന്നതുപോലെയാകും. ഒരാളെ കൊന്നാൽ സർവ്വ മനുഷ്യരെയും, അപ്പോൾ അവനെ തന്നെ കൊന്നതുപോലെയാണ്. എല്ലാവരും ഒരാളെ കാരണമില്ലാതെ കൊന്നാൽ അവനെയും അവന്റെ ആളുകളെയും സകല മനുഷ്യരെയും എല്ലാവരെയും കൊന്നതുപോലെയാവുന്നു. ഇത്രയും ബലിഷ്ഠമായ സന്ദേശമാണ് മാനവിക സന്ദേശത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷപാതിത്വം വിളിച്ചു പറയരുത്. ഒരാളും പക്ഷപാതിത്വം വിളിച്ചു പറയരുത്. ഒരാളും ഒരു മനുഷ്യനും അത് ചെയ്യാൻ പാടില്ല. പക്ഷപാതിത്വം വിളിച്ചു പറയാൻ പാടില്ല. ഭേദം നൽകിയപ്പെട്ടവരോട് തർക്കിക്കുമ്പോൾ പോലും അവരെ കളിയാക്കരുത്, മാന്യതയല്ലാത്ത സംസാരം നടത്തരുത് എന്ന് സൂറത്തുൽ അൻകബൂത്ത് 46-ാമത്തെ വചനം. ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നിന്റെ വകയല്ല. ഇത് ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ ഇറങ്ങിയ ആയത്താണെന്ന് വിചാരിക്കരുത്. ഇത് 1400 കൊല്ലങ്ങളായി മുസ്ലിം സമുദായം നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നതാ. അതുകൊണ്ടാണ് എന്താ തോമാച്ചോ എന്ന് പറയാനുള്ള ഒരു രീതി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തിക്കൊണ്ടുവന്നത്. ആ രീതി വളർത്തിയത് ഇവിടുത്തെ പണ്ഡിതന്മാർ തന്നെയാണ്. ചിന്തിക്കണം. ഇവിടത്തെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ അതിൽ ചെയ്ത ഉത്തരവാദിത്തം വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കണം. വേദം നൽകപ്പെട്ടവർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, അവരോട് തർക്കിക്കുമ്പോൾ പോലും മാന്യത പുലർത്തണം. പച്ച മലയാളത്തിൽ ഒന്ന് അർത്ഥം വെച്ച് നോക്കൂ. എന്താണ് പറഞ്ഞത്? ക്രിസ്തീയ ജൂതന്മാരോട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല ഭാഷ ഉപയോഗിച്ചല്ലാതെ. ഏറ്റവും മനോഹരമായ വാക്കാണ് പറയേണ്ടത്. ഒരു ഈർഷ്യതയുണ്ടാകരുത്. നമ്മൾ ചിന്തിക്കണം. സൂറത്തുൽ അൻകബൂത്ത് 46-ാമത്തെ വചനം.
പക്ഷപാതിത്വം വിളിച്ചു പറഞ്ഞവൻ, പക്ഷപാതിത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല. ഖാല റസൂലുള്ളാഹി മൻ ഖതല മുആഹിദ, ഒരു മുസ്ലിം സമുദായവുമായി ഐക്യത്തിൽ നിൽക്കുന്ന ഒരാള്, ഒരു സമൂഹത്തിൽ നിന്ന് ഒരാൾ കൊന്നാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന. ഖാല റസൂലുള്ളാഹി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ മുസ്ലിമീങ്ങളോട് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നവരാ. അവരിൽപ്പെട്ട ഒരാൾ കൊലപ്പെടുത്തിയാൽ ആ മുസ്ലിമിന് സ്വർഗത്തിന്റെ വാസന അടിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ഈ ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കണം. മൻ ഖതല മുആഹിദ ലം യരിഹ് റായിഹത്തൽ ജന്ന, ലം യരിഹ് റായിഹത്തൽ ജന്ന ഫഇന്ന റിഹഹാ മസീറത കദാ വകദാ. 500 കൊല്ലത്തിന്റെ വഴിദൂരത്തേക്ക് പോലും വാസന അടിക്കും സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല. ആര്? തന്നോട് നല്ല നിലയിൽ വർത്തിക്കുന്ന ഒരു സമുദായത്തിൽ ഒരാളെ കൊന്നവൻ എന്ന് പുണ്യനബി. നോക്കൂ നിങ്ങൾ, ഇത് എത്ര ഗൗരവമായ സന്ദേശമാണ്. ഒരു ക്രിസ്ത്യാനിയെ, ഒരു ഹിന്ദുവിനെ, തന്നോട് നല്ല നിലക്ക് നിൽക്കുന്ന സമുദായമാണ് മുസ്ലിം സമുദായത്തോട്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി അവരും നമ്മളും തമ്മിൽ വളരെ യോജിച്ച് നീങ്ങുന്നു. ആ ഒരു യോജിച്ചുള്ള ഐക്യത്തിന്റെ സൗരഭ്യമാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അങ്ങനെയുള്ള ഒരു സമുദായത്തിൽ നിന്ന് ഒരാളെ കൊന്നാൽ അവൻ ലം യരിഹ് റായിഹത്തൽ ജന്ന, അവന് ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ സ്വർഗീയ പരിമളം ആസ്വദിക്കാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ല, ഇത് വളരെ വലിയ അടിസ്ഥാന സത്യമാണ്. ഇത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്ന് ഉറക്കപ്പറ, അള്ളാഹു ബോധം തരട്ടെ. ഇത് എത്ര കാലമായി പറയുന്നു. ഇത് സ്വീകരിച്ചവരായിതാണ് മുസ്ലിം സമുദായം. അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങൾ, മറ്റു സമുദായ നേതാക്കൾ വളരെ വലിയ വിനയത്താൻ പറയാണ്, ഇങ്ങനെ തന്നെ നിങ്ങൾ ഇത് കാണേണ്ടതാണ്. ഈ സമുദായത്തിന്റെ രീതിയെ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സമുദായം അങ്ങനെയാണ്. ഇത് പറഞ്ഞ മുഹമ്മദ് നബി, ഇത് പ്രമാണമാണ് മുസ്ലിം സമുദായത്തിന്. ആരും എഴുതിയതല്ല, മുഹമ്മദ് മുസ്തഫ. ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ കൊന്നവന് സ്വർഗീയ വാസന ആസ്വദിക്കാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് നബി. ഓറക്കപ്പാറ മുഹമ്മദ് നബി. ക്രിസ്തീയ ഹിന്ദു സമുദായങ്ങൾ മുസ്ലിമീങ്ങളുടെ സഹോദരങ്ങളാണ്. വളരെ ഐക്യത്തിലാണ്, വളരെ വലിയ സന്തോഷത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അതിൽപ്പെട്ട ഒരാളെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ ലം യരിഹ് റായിഹത്തൽ, സ്വർഗീയ വാസന അടിക്കുകയില്ല, സ്വർഗീയ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയാത്ത അത്ര ദൂരത്തിൽ അവൻ നരകത്തിൽ എറിയപ്പെടുമെന്ന് പുണ്യനബി. എന്താ പറയേണ്ടത്? ഇനി എന്താ വേദഗ്രന്ഥം പറയേണ്ടത്? ഇനി എന്താണ് ഹദീസ് പറയേണ്ടത്? ഇനി എന്താണ് മുഹമ്മദ് പഠിപ്പിക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ സന്ദേശം തന്നെയാണ്. ഇത് വ്യക്തമാണ്. പുണ്യനബി പഠിപ്പിച്ചു, മഹ്ശർ തുടങ്ങിയാൽ ആദ്യം വിളിയേൽക്കുക, വിളിയാളം പറയും, ഇന്ന ആക്രമിച്ചവനെ ഞാൻ വെറുതില്ല. ആക്രമിച്ചാരെങ്കിലും ഭൂമിയിൽ ജീവിച്ച കാലത്തെ ആക്രമിച്ചവൻ ഇന്ന് നരകത്തിൽ പോകേണ്ടവൻ ആക്രമിച്ചവനാണെങ്കിലും ഞാൻ വിടൂല എന്ന് അള്ളാഹു പറയുമെന്ന് പുണ്യനബി. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നതി അൽ ജന്ന വവാഹിദും മിനൻ നാരി യത്ലുബുഹു. ഇന്നൊരാളെ സ്വർഗത്തിൽ പോകാൻ ഞാൻ വിടില്ല. അവൻ എത്ര നിസ്കാരവും നോമ്പുണ്ടായിട്ട് കാര്യമല്ല, സ്വർഗത്തിൽ പോകാൻ ഞാൻ വിടില്ല. ഒരു നരകക്കാരനെ പോലും ആക്രമിച്ചവനെ ചിന്തിക്കണം. ഒരു നരകക്കാരനെ ആണെങ്കിൽ പോലും, ഒരു നരകക്കാരനെ ആക്രമിച്ചവൻ നമ്മൾ ചിന്തിക്കണം. വാക്കുപോലും ആക്രമിക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം. ഒരാൾ കള്ളു കുടിച്ചിറങ്ങി വരുന്ന ഒരുത്തനോട് നിന്നെ പടച്ചോൻ സ്വർഗത്ത് കടത്തൂല എന്ന് പറയാൻ പാടില്ല. പറഞ്ഞാല് അവന്റെ അമൽ അള്ളാഹു പൊളിച്ചു കളയുമെന്ന് പുണ്യനബി. എങ്ങനെയുണ്ട്? ഒരു ക്രിസ്ത്യാനി കള്ളു കുടിച്ചിറങ്ങി വരികയാ. അപ്പൊ ആ ക്രിസ്ത്യാനിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഹിന്ദു കള്ളു കുടിച്ച് വരുന്നവനാ കണ്ടു, നിനക്കൊന്നും സ്വർഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ പടച്ചവന്റെ സ്വർഗത്തിലെത്തൂല എന്ന് പറയും. എന്റെ വെളിച്ചം ഞാൻ എപ്പോൾ ആർക്ക് കൊടുക്കുമെന്ന് പറയാൻ നീയാരാ? നിനക്ക്
നിനക്കാരാ അധികാരം തന്നത്? അവനെ ഞാൻ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ചേർക്കുകയാണ്. നിന്റെ അമലിനെ ഞാൻ പൊളിച്ചു കളയുമെന്ന് അള്ളാഹു പറയുമെന്ന് പുണ്യനബി. ഇത്രയും വലിയ ഗൗരവമാണ് ആ വിഷയം എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആനും പുണ്യനബിയും ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പുതിയ ചില ചെറുപ്പക്കാർ ആ സമാനിൽ വരും. അള്ളാഹു കാക്കട്ടെ. വിഡ്ഢിത്തത്തിന്റെ സ്വപ്നവും പേറി നടക്കുന്ന ആളുകൾ, വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറി നടക്കുന്ന ആളുകൾ വിഡ്ഢിത്തം പറയാ. വിഡ്ഢിത്തമാണ് പറയുന്നതൊക്കെ വിഡ്ഢിത്തം വിളിച്ചു പറയും. വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറി നടക്കുക, വിഡ്ഢിത്തം വിളിച്ചു പറയുക. എന്താ ചെയ്യുക? നല്ല വായുള്ള ആളുകൾ വിഡ്ഢിത്തം വിളിച്ചു പറയും. വിഡ്ഢിത്തമേ പറയൂ. ചിന്തിക്കും. വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന ആളുകൾ സ്വയം അവരെ നശിപ്പിച്ചു, ഒരു സമൂഹത്തെയും നശിപ്പിച്ചു, വേദനയിലാഴ്ത്തി. ചിന്തിക്കണം. അതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ബാബരി മസ്ജിദിന്റെ ഒരു കല്ല് പൊളിച്ചാൽ പകരം ക്ഷേത്രത്തിന്റെ കല്ല് പൊളിക്കുമെന്ന് പ്രസംഗിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വിഡ്ഢിത്തത്തിന് സ്വപ്നം പേറിയ പ്രസംഗങ്ങളായിരുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബാബരി മസ്ജിദിന്റെ കല്ല് പൊളിച്ചവർ അതിന്റെ ഈ രാജ്യത്തിന്റെ നിയമം കൊണ്ട് അവരെ നേരിടേണ്ടതാണ്. നേരിട്ടിട്ടുമുണ്ട്, ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നു. അതങ്ങനെയാ ചെയ്യേണ്ടത്. നിയമം ഇവർ കയ്യിലെടുക്കാൻ പാടില്ല. അവർക്ക് വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറി നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവസാന കാലഘട്ടത്തിൽ ചെറുപ്രായക്കാർ വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പറഞ്ഞു കൊണ്ടുവരുമെന്ന് പുണ്യനബി. തൊണ്ടക്കുഴിയിൽ ഈമാൻ വിട്ട് കിടക്കാത്ത വർത്തമാനങ്ങൾ അവർ പറയും എന്നാണ്. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ വേദനയുള്ള സംഗതിയാണ്. യഖൂലുന മിൻ ഖൗലി ഖൈരിൽ ബരിയ. ഇടക്കിടക്ക് അവരുടെ സ്വപ്നത്തിന് വേണ്ടി മുഹമ്മദ് നബിയുടെ വാക്കുദ്ധരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ചിന്തിക്കണം. യഖൂലുന മിൻ ഖൗലി ഖൈരിൽ ബരിയ. അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ മുഹമ്മദ് നബിയുടെ വാക്കുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഉദ്ധരിക്കും. എന്നിട്ട് ജനങ്ങളെ നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്ക് ക്ഷണിക്കും. അബദ്ധങ്ങളെ നിയമം കൊണ്ട് അക്രമങ്ങളെയും നിയമം കൊണ്ട് നേരിടേണ്ടതാണ്. പകരം വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറുകയും അതിനുവേണ്ടി പുണ്യനബിയുടെ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്ന ആളുകൾ സമുദായത്തിന്റെ ശത്രുക്കളാണ്. അവർ കാലഘട്ടത്തിന്റെ വഷളന്മാരാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളെ എളുപ്പം നൽകപ്പെട്ടവരായിട്ട് അല്ലാഹു അയച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രതീകം എളുപ്പാണ്. ഞെരുക്കമുണ്ടാക്കുന്നവരായിട്ടല്ല നിങ്ങളെ നിയോഗിച്ചത്. സ്വഹീഹുൽ ബുഖാരി. പുണ്യനബി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മുഹമ്മദ് നബിയോട് മാത്രമുള്ള കൽപ്പനയല്ല. ജനങ്ങൾക്ക് ലഘൂകരണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചു. ഇത് മുഹമ്മദ് നബിയോട് മാത്രം പറഞ്ഞല്ല, ബഹുവചനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സർവ്വ മുസ്ലിമീങ്ങൾക്കും ലഘൂകരണമാണ് ബാധ്യത. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നവർ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങളെ നിയോഗിച്ചിട്ടേ ഇല്ല. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ റഫീഖുൻ. അല്ലാഹു കൂട്ടുകാരനാണ്. യുഹിബ്ബുർ റിഫ്ഖ. അല്ലാഹുവിനെ കൂട്ടുബന്ധം നിലനിർത്തുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. യുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ അനഫി. ശത്രുത വളർത്തുന്നവർക്ക് അല്ലാഹു കൊടുക്കില്ല, അല്ലാഹു സഹവർത്തിത്വം വളർത്തുന്നവർക്ക് കൊടുക്കൂ. സ്വഹീഹ് മുസ്ലിം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം തന്റെ മുറ്റത്തേക്ക് വീട്ടിലെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ മനുഷ്യന് സൗകര്യം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് സഹായിച്ചിരുന്നു ആര്? ഹസൻ ബിൻ അലി. ഹബീബായ നബിയുടെ പേരക്കുട്ടി സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. തന്റെ വീട്ടിലെ വേസ്റ്റ് എടുത്തിട്ട് ജൂഡന്റെ ഭാര്യ നേരം വെളുത്താൽ ഹസന്റെ മുറ്റത്തേക്ക് എറിയും. ഇത് പതിവായിരുന്നു. ഒരിക്കൽ ജൂതന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജൂതനെ ഏത് ഒരു ആടിനെ അറുത്താൽ പോലും ഒരു കഷ്ണം ജൂതന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കും ചെയ്യും സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. 10 കൊല്ലമാണ് അങ്ങനെ കഴിഞ്ഞത്. ഒരിക്കൽ ജൂതൻ കടം വാങ്ങാൻ വേണ്ടി ഹസന്റെ വീട്ടിൽ വന്നു റളിയല്ലാഹു അൻഹു. കടം ചോദിച്ചോണ്ടിരിക്കണ സമയത്ത് ഇതുപോലെ വീട്ടിലെ വേസ്റ്റ്, ഈ വൃത്തികേട് അഴുക്കുകൾ നേരെ എടുത്തിട്ട് ഇങ്ങോട്ടിടുന്നത് നേരിട്ട് കണ്ണിൽ കണ്ടു. ഹസന്റെ മുന്നിൽ ജൂതൻ ചെറുതായി പോയി.
ഹസൻ ആവശ്യപ്പെട്ടത് കടം കൊടുത്തു, മടങ്ങിപ്പോയി ഭാര്യ ശകാരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ലല്ലോ, നിങ്ങൾക്ക് എന്താ എപ്പോൾ പുതിയ ഒരു മാറ്റം? ഭാര്യ കൈ പിടിച്ചിട്ട് ഹസന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, മുഹമ്മദ് റസൂൽ. ഹസൻ ബസരിയുടെ വീട്ടിന്റെ പരിസരത്ത് ഒരു ജൂഡന്റെ വീടുണ്ടായിരുന്നു. ആ വീട് വിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജൂഡൻ പറഞ്ഞു, എന്റെ വീടിന് 2000 സ്വർണ്ണ നാണയമാണ് വില, അതുള്ളവർക്ക് എന്റെ വീട് കൊടുക്കൂ എന്ന് പറഞ്ഞു. വന്നു നോക്കിയ കച്ചവടക്കാരൊക്കെ പറഞ്ഞു, 1000 സ്വർണ്ണ നാണയത്തിന് പോലും ആകാത്ത ഒരു വസ്തുവിന് 2000 സ്വർണ്ണ നാണയമോ? അപ്പോൾ പറഞ്ഞു, ഒന്ന് ഹക്കുൽ അർളാണ്, ഒന്ന് ഹക്കുൽ മുജാവറത്താണ് എന്ന് ജൂതൻ പറഞ്ഞു. ഒന്നെന്റെ ഭൂമിയുടെ വിലയാണ്, ഒന്നെന്റെ അയൽപ്പക്കത്തിന്റെ വിലയാകുന്നു. ആരുടെ? സയ്യിദു താബിഈനാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഇതിലും വലിയ ഉദാഹരണം എന്താ? ഇതിലും വലിയ മാനവികതയേതാ? അള്ളാഹുവിന്റെ ദീനിനെ മുസ്ലിം ഉമ്മത്തിലേക്ക് പകർന്നു നൽകിയ നേതാവാണ് ഹസൻ ബസ്രി, സയ്യിദുനാ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. വളരെ നമ്മൾ ചിന്തിക്കണം. തോമസിന്റെ കൈവെട്ടിയവരെ നിങ്ങളെല്ലാം നശിപ്പിച്ചല്ലോ, സ്നേഹബന്ധം മുറിച്ചവൻ സകല ഖൈറിനെയും മുറിച്ചിരിക്കുന്നു. പടച്ചോൻ നമ്മളെ കാക്കട്ടെ, വർക്കപ്പറ അള്ളാഹു നമ്മെ കാക്കട്ടെ. തന്നെ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ സഹവർത്തിത്വത്തെ മുറിച്ചാൽ, സഹിഷ്ണുതയെ മുറിച്ചാൽ, സ്നേഹബന്ധത്തെ മുറിച്ചാൽ, ഒരു റിഫ്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹവർത്തിത്വം, സ്നേഹബന്ധം, കൂട്ടുബന്ധം, എല്ലാവരും ഒന്ന് ഒന്നിച്ചിരിക്കുക ഇല്ലാതാക്കിയില്ലേ? തൊടുപുഴയിൽ ന്യൂമാൻ കോളേജിന്റെ പരിസരത്ത് എനിക്കൊരു ക്ലാസ് ഉണ്ട്. ന്യൂമാൻ കോളേജിന്റെ പരിസരത്ത് എല്ലാ മാസവും ഉണ്ട്. ഈ കഴിഞ്ഞ മാസം വേദന ചെന്നപ്പോൾ വേദന തോന്നി. സംസാരിക്കുന്നത് പോലും പലപ്പോഴും വിഷമം പലർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നത് പോലും വിഷമം. എല്ലാവരുടെയും മനസ്സിൽ എന്തോ നീറ്റൽ, തുറന്നു പറയാനും മടി. ഞാൻ അവിടെയുള്ള മുസ്ലിമീങ്ങളോട് ഈ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തൊടുപുഴയിൽ പോയി ന്യൂമാൻ കോളേജിന്റെ പരിസരത്ത് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട്, എന്റെ ക്ലാസ്സിൽ അവിടെ തൊടുപുഴയിൽ പങ്കെടുക്കാറുള്ള നൂറുകണക്കായ എന്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു, ഈ റമളാനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഖൈർ ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. സമൂഹ നോമ്പുതുറകൾ പലപ്പോഴും അപ്രസക്തമാണെങ്കിലും തൊടുപുഴയിലെ ഇക്കൊല്ലത്തെ സമൂഹ നോമ്പുതുറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രസക്തമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. ഇതന്നെയാ ഉത്തരവാദിത്വം. എന്താ ഉത്തരവാദിത്വം? കത്രിക കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ നിസാമുദ്ദീൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അവിടേക്ക് തന്റെ ശിഷ്യനൊരു കത്രിക കൊടുത്തപ്പോൾ ആ കത്രിക നിരാകരിച്ചു. കത്രിക എനിക്ക് വേണ്ട, എനിക്ക് സൂചിയും നൂലും തരൂ, മുറിച്ചു കളയുന്ന ആയുധമല്ല എനിക്ക് വേണ്ടത്, തുന്നിച്ചേർക്കുന്ന ആയുധമാണെന്ന് പറഞ്ഞു. ഈ ഉമ്മത്തിന്റെ നേതാവായിരുന്ന മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ റഹ്മത്തുള്ളാഹി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഉവൈസ് സൂചിപ്പിച്ചു, അവരുടെ മാർഗമാണ് ഇസ്ലാമിന്റെ മാർഗം. ആ മാർഗത്തിൽ ചിന്തിക്കണം. ആരെങ്കിലും സഹവർത്തിത്വത്തെ മുറിച്ചാൽ അവൻ സകല ഖൈറിനെയും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ചിന്തിക്കണം. നാളിതുവരെ മുസ്ലിമീങ്ങൾ വന്ന ചില രീതികൾ, മുസ്ലിമീങ്ങളും അന്യ സമുദായക്കാരും വന്ന ചില രീതികൾ ഗൗരവമായി പഠിക്കാൻ വേണ്ടി നമ്മുടെ ചരിത്രത്തിന്റെ കൈവഴികളിൽ നിന്ന് സാന്ദർഭികമായി ഞാൻ ചില ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാം. ഇത് വില്യം ലോഗന്റെ മലബാർ മാനുവലാണ്. ഇത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആധികാരിക റഫറൻസ് ആണ്. ചരിത്രത്തിൽ മലബാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആധികാരിക റഫറൻസ് ഇതാണ്, വില്യം ലോഗന്റെ മലബാർ മാനുവൽ. ഞാൻ മലബാർ മാനുവലിൽ നിന്ന് ഇവിടെ മുസ്ലിം സമുദായം ഈ അടുത്ത കാലഘട്ടം വരെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളും ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞുണ്ടാക്കാണ്, സമസ്തക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചില ആളുകൾ ഇന്ന് വല്ലതും പങ്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവർക്ക്, ഇപ്പോൾ വേണ്ടാത്തത് വിളിച്ചു പറയുന്നവർക്ക് ഒരു പാപിടമാവാൻ വേണ്ടി ചില സന്ദേശങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. AD 1342 മുതൽ 47 വരെ കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയുടെ ചില യാത്രാനുഭവങ്ങൾ അദ്ദേഹം കൊടുത്തത് മലബാർ
മാനുവലിൽ ലോഗൻ സാഹിബ് ഉദ്ധരിക്കുകയാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമായ റെഫറൻസ് ആണ് ഈ പറയുന്നത്. പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് കറുത്ത കുരുമുളകിന്റെ രാജ്യമായ മലബാറിലാണ്. കടലോരത്തൂടെ 2 മാസത്തെ യാത്ര വേണം സിന്തപൂരിൽ നിന്ന് കൊല്ലം വരെയുള്ള നീണ്ടുകിടക്കുന്ന ഈ നാട്ടിലെത്താൻ. കരവഴിക്കുള്ള ഈ ദൂരം അത്രയും മരത്തണലിൽ ആയിരുന്നു. ഓരോ അരനാഴിക ഇടവിട്ട് മരപ്പലകകൾ കൊണ്ട് പണിത വീടുകൾ കാണാം. ഈ വീടുകളിൽ അതിഥികളെ സ്വീകരിക്കാനുള്ള മുറികളുണ്ട്. അവർ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആവട്ടെ, ഓരോ വീട്ടിലുമുണ്ട് ഒരു കിണർ. അവർ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നു. പരസ്പരം ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ പരസ്പരം സഹകരിച്ച് ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ച ഒരു സമൂഹത്തിന്റെ ചരിത്രപരമായ ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ചില ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് മിക്ക ദേശങ്ങളിലും മുസ്ലിം കച്ചവടക്കാർക്ക് സ്വന്തമായ വസതികളുണ്ട്. മുസ്ലിം വ്യാപാരികൾ അതീവ ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അപരിചിതരായ മുസ്ലിമീങ്ങൾ, അവർ കച്ചവടക്കാരോ പാവപ്പെട്ടവരോ ആകട്ടെ, ഈ വസതികളിൽ അതിഥിയായി താമസിക്കുന്നു. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അന്യനാടുകളിൽ നിന്ന്, അറബ് നാടുകളിൽ നിന്നും മറ്റും, ശ്രദ്ധിക്കണേ, അറബ് നാടുകളിൽ നിന്നും മറ്റും വരുന്ന ധാരാളം ആളുകൾ അന്ന് കച്ചവടക്കാരായി കേരളത്തിലുണ്ടായിരുന്നു. അവരെ ഹിന്ദു വീടുകളിൽ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഒരു സംഭവം ഇതേ മലബാർ മാനുവലിൽ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് മാപ്പിള എന്ന് പേര് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം ഹിന്ദു വീടുകളിൽ അവർക്ക് സ്വന്തം മക്കളെ മുസ്ലിം മതം സ്വീകരിപ്പിച്ച് കെട്ടിക്കൊടുക്കുന്ന, വിവാഹം ചെയ്തു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദു വീടുകളിൽ നിന്ന് വിവാഹം ചെയ്ത് അവിടെ കൂടുകയാൽ മാപ്പിള എന്ന രീതിയിൽ വിളിച്ചു വന്നു. അവരാണ് പിന്നെ മാപ്പിളമാർ. അത് പിന്നെ ഒരു സമൂഹത്തിന്റെ മുഴുവനും പേരായി. അതാണ് മാപ്പിളമാർ എന്ന പേരിന്റെ ഒരടിസ്ഥാനം. മാപ്പിള എന്ന പേരിന് ഒരുപാട് അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. മഹാപിള്ള ലോപിച്ച് മാപ്പിളയായി എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗം ഇതാണ്. മാപ്പിള എന്ന് പറയാൻ കാരണം ഹിന്ദു വീടുകളിൽ നിന്ന് ഹിന്ദു പെണ്ണുങ്ങളെ അച്ഛന്മാര്, അവരുടെ അച്ഛന്മാര് മുസ്ലിമാക്കി വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏത് മുസ്ലിമായാലും മറ്റും കച്ചവടക്കാരായ ഏതൊരാളെയും ഏത് ഹിന്ദു വീട്ടിലും താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കച്ചവടക്കാരോ പാവപ്പെട്ടവരോ ആവട്ടെ, ഈ വസതികളിൽ അതിഥികളായി താമസിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ആരും താമസിക്കാത്ത പട്ടണങ്ങളിൽ ആർക്കെങ്കിലും എത്തിയാൽ അതിഥികൾക്ക് വേണ്ടി അവർ ആഹാരം ഒരുക്കുകയും, എന്നാൽ മുസ്ലിങ്ങൾ ആരും താമസിക്കാത്ത പട്ടണങ്ങളിൽ ആരെങ്കിലും എത്തിയാൽ അതിഥികൾക്ക് വേണ്ടി അവർ ആഹാരം ഒരുക്കുകയും പാനജലം നൽകുകയും വാഴയിലയിൽ വെച്ച് വിളമ്പി സൽക്കരിക്കുകയും ചെയ്യുന്നു. ഈ സംസ്കാരം ഹിന്ദുക്കളുടെ സംസ്കാരമാണ്. മലബാർ മാനുവൽ 200-ാം പേജ്, വില്യം ലോഗൻ സാഹിബിന്റെ മലബാർ മാനുവൽ. ഹിലി നഗരം മുസ്ലിങ്ങളും അവിശ്വാസികളും ഒരുപോലെ ചില പട്ടണങ്ങളുടെയൊക്കെ പേര് അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. ഒരുപോലെ പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. കാരണം അവിടെയുള്ള പള്ളി വെളിച്ചത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. ഈ പള്ളിയിൽ കടൽ യാത്രക്ക് പോകുന്നവർ പ്രാർത്ഥന നടത്തുകയും കാണിക്ക അർപ്പിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ഹിന്ദു എന്ന വ്യത്യാസമില്ല. വരുമാനം കൈകാര്യം ചെയ്യുന്നത് നഗരത്തിലെ മുസ്ലിം മുഖ്യനാണ്. പള്ളിക്കൊരു മുസ്ലിയാരുണ്ട്. ആ പള്ളിയിൽ പാർത്ത് പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട്. ഖുർആൻ വായിക്കുന്നവരും എഴുത്തും വായനയും പഠിക്കുന്നവരുമാണ്. ഇതൊക്കെ ഏകദേശം 600-700 കൊല്ലം മുമ്പുള്ള കേരളത്തിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. തുടർന്ന് ഞങ്ങൾ ചെന്നെത്തിയത് ജാർഖണ്ഡൻ ആയിരുന്നു. ജാർഖണ്ഡൻ എന്ന പേര്. ഈ തീരങ്ങളിലെ ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരാളാണ് ഇവിടുത്തെ രാജാവ്. ബദ്ഖന്നനിലേക്കുള്ള ആണ് പിന്നീട്. ബദ്ഖന്നൽ എന്ന് പറഞ്ഞാൽ വളപട്ടണം എന്നർത്ഥം. വളപട്ടണത്തിന് അക്കാലത്ത് പറഞ്ഞിരുന്ന ഒരു പേരാണത്. യാത്രക്കാർ ധാരാളം മുസ്ലിമീങ്ങളും അറബി അറിയുന്ന കച്ചവടക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. തോപ്പുകൾ സമൃദ്ധമായ ഈ വലിയ നഗരം അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വെറ്റിലത്തോട്ടവും അടക്കാമരവും തെങ്ങും ധാരാളം കാണാം. നഗരത്തിന് പുറത്ത് വെള്ളം സംഭരിക്കാൻ ഒരു കുളമുണ്ട്. കുളത്തിന് ചുറ്റുമായി തോപ്പുകളുണ്ട്. രാജാവ് അമുസ്ലിമാണ്. ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പണി കഴിപ്പിച്ചതായിരുന്നു നഗരത്തിൽ കാണുന്ന പള്ളി എന്ന്. മലബാറിലെ ആദ്യത്തെ 4 മുസ്ലിം പള്ളികൾ ഒന്നാണ് വളപട്ടണത്തിലെ പള്ളി. വളപട്ടണത്തെ പള്ളിയെ പറ്റിയാണ് ഈ പറയുന്നത്.
ഇപ്പുറത്തെ വലിയ ചിറയും മുത്തച്ഛൻ ഇസ്ലാം മത വിശ്വാസിയായി തീരാൻ ഒരു പ്രധാന കാരണം ഒരു മരമായിരുന്നു. ആ മരം ഒരു മഹാത്ഭുതമായിരുന്നു. വളപട്ടണത്ത് അങ്ങനെ ഒരു മരമുണ്ടായത് ചരിത്രത്തിൽ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരത്തിന്റെ ഇലകൾ പച്ചയായിരുന്നു. അത്തിപ്പഴത്തിൻ്റെത് പോലെ മാർദ്ദവമേറിയതായിരുന്ന ഇലകൾ എന്ന വ്യത്യാസം മാത്രം. മരം അറിയപ്പെട്ടത് ഷഹാദത്ത്, സത്യസാക്ഷിയായ മരം, ഷഹാദത്ത് മരം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇവിടത്തെയുള്ളവർ എന്നോട് പറഞ്ഞത് ഈ മരത്തിന്റെ ഇലകൾ സാധാരണയായി കൊഴിയാറില്ലെന്നാണ്. എന്നാൽ ഓരോ വർഷവും ശരത്കാലം വന്നാൽ പിന്നെ ചുവപ്പായും ഈ ചുവന്ന ഇലയിൽ പരാശക്തി ഇങ്ങനെ എഴുതി വച്ചിരിക്കും: പടച്ചവനായി പടച്ചവനെ ഉള്ളൂ, മുഹമ്മദാകുന്നു ദൈവത്തിന്റെ പ്രവാചകൻ. കൊഴിഞ്ഞു വീഴുന്ന ഇല ഇത് മാത്രമായിരിക്കും. വിശ്വസിക്കാവുന്ന എത്രയോ മുസ്ലിങ്ങൾ ഇതെന്നോട് പറയുകയുണ്ടായി. ഇല കൊഴിഞ്ഞു വീഴുന്നതായി കണ്ടവരാണവർ, അതിലെഴുതിയ വചനം വായിച്ചവരാണ് തങ്ങളെന്നും അവർ പറഞ്ഞു. തന്നെയുമല്ല ഓരോ വർഷവും മുസ്ലിങ്ങൾക്കിടയിലുള്ള വിശ്വാസികളും അവിശ്വാസികൾക്കിടയിലുമുള്ള ആളുകളും ഇല വീഴുന്നത് നോക്കി മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഇല വീണാൽ അതിന്റെ പകുതി മുസ്ലിങ്ങളും പകുതി ഹിന്ദുക്കളും പകിട്ടെടുത്ത് ഹിന്ദുവായ രാജാവും പകുത്തെടുത്തിരുന്നു. മുസ്ലിങ്ങൾ അത് ദൈവാനുഗ്രഹമായും രോഗനിവാരണമായും സൂക്ഷിക്കും. രാജാവാകട്ടെ അതൊരു അനുഗ്രഹമായി തന്റെ ഖജനാവിൽ വെക്കും എന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം. അതായത് 700 കൊല്ലത്തെ മലബാറിന്റെ ചരിത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ ആലോചിക്കണം. മുസ്ലിം സമുദായത്തിൽ നോക്കൂ, സാമൂതിരി രാജാവിന്റെ ഒരു ശാസനം ഇതിന്റെ 153 പേജിൽ കൊടുത്തിട്ടുണ്ട്. രാജാവിന്റെ ഒരു ശാസനം. അതായത് ഒരു മുക്കുവക്കുടിലില് ഒന്നിലേറെ കുട്ടികളുണ്ടായാൽ ആ കുട്ടികളിൽ ഒന്നിനെ മുസ്ലിമാക്കോ, ഹിന്ദുക്കളായ മത്സ്യം പിടുത്തക്കാരുടെ കുടുംബങ്ങളിൽ ഒന്നോ അധികമോ പുരുഷന്മാർ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന ആയിരുന്നു സാമൂതിരിയുടെ അനുശാസനം. നോക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഇവിടെ കഴിഞ്ഞു വന്നിരുന്ന ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളെ ലോഗൻ സാഹിബ് സൂചിപ്പിക്കുകയാണ്. ഇത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റെഫറൻസ് ആണിത്. വില്യം ലോഗന്റെ മലബാർ മാനുവലാണ്. അതിന്റെ ഏറ്റവും മാതൃഭൂമിയുടെ പതിപ്പാണ്, മാതൃഭൂമി അച്ചടിച്ചിട്ടുള്ള അതിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഞാൻ ഈ കൈവശം വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം. ഇന്നത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു ഹിന്ദു വീടിൽ നിന്ന് തീരദേശങ്ങളിലുള്ള ഹിന്ദുക്കളായ മത്സ്യം പിടുത്തക്കാരുടെ കുടുംബങ്ങളിൽ ബ്രാക്കറ്റിൽ മുക്കുവർ കുടുംബങ്ങളിൽ ഒന്നോ അധികമോ പുരുഷന്മാർ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന ആയിരുന്നു സാമൂതിരിയുടെ അനുശാസനം. അപ്പോൾ അത് സാമൂതിരിയുടെ കൽപ്പനയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, എത്ര വലിയ ഒരു സഹിഷ്ണുതയാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആവശ്യമായ സാഹചര്യങ്ങൾ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയേണ്ടത്, വ്യാപാരാവശ്യാർത്ഥം നേരത്തെ കുടിപാർപ്പിച്ച അറബികളിൽ ചിലരെങ്കിലും തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഈ ദൃശബന്ധങ്ങൾ മാപ്പിളമാർ എന്ന ഒരു സങ്കര സമൂഹം ഉരുത്തിരിയാൻ ഇടയാക്കുകയും ചെയ്തത് പിൽക്കാലത്ത് മതപ്രചാരണത്തിന് വന്നവരുടെ ജോലി തുലോം എളുപ്പമാക്കി എന്നതാണ് സത്യം. ഇതൊക്കെ ഹിന്ദു വീടുകൾ നേരത്തെ തന്നെ മുസ്ലിമീങ്ങളെ പരിചയപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളം ദക്ഷിണ കൊല്ലത്തെത്തിയ ഇബ്നു ഹബീബിനെയും കുടുംബത്തെയും ദക്ഷിണ കോലത്തിരി തിരുവിതാംകൂർ രാജാവ് ആദരവും സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട മാലിക് ബിൻ നിറാറിന്റെ കൂട്ടത്തിൽ വന്നവരാണവർ. ആദരപൂർവ്വം സ്വീകരിക്കുകയും പള്ളി പണിയാൻ സൗകര്യം നൽകുകയും ചെയ്തു. ഇവിടെ സ്ഥാപിതമായ രണ്ടാമത്തെ മുസ്ലിം പള്ളി കാളിയായി ഇബ്നു ഹബീബിനാൽ അനുഗതരായി വടക്കൻ കോലത്തിരിയുടെ, അതായത് ചിറക്കൽ രാജാവ് രാജ്യത്തിലേക്ക് പോയി. അവിടെ ഹുബായി മറാവി അഥവാ മാടായിയുടെ പഴയ പേരാണത്, അഥവാ പഴയങ്ങാടിയിൽ കോലത്തിരി രാജാക്കന്മാരിൽ ഒരാളുടെ കൊട്ടാരത്തിന് തൊട്ടടുത്താതായി മൂന്നാമത്തെ മുസ്ലിം പള്ളി രാജാവിന്റെ ചെലവിനാൽ പണിതു കൊടുത്തു. അതായത് ആദ്യത്തെ മാടായി പള്ളി രാജാവാ പണിതു കൊടുത്തത്.
രാജാവ് ക്ഷേത്രകലാ വിദഗ്ധരായ ശാസ്ത്രചിന്തകന്മാരെ കൊണ്ടുവന്നിട്ട് പള്ളിക്ക് ഒരുതരം ക്ഷേത്ര രൂപത്തിൽ പള്ളികളെ കുറ്റിയടിക്കുകയും അതിന്റെ ദിശ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അന്ന് മുസ്ലിങ്ങളായി വന്ന കച്ചവടക്കാർ പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾക്ക് മക്കത്തെ പള്ളിയോട് ഒപ്പിച്ചിട്ടേ പള്ളി ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുക്കൾ ഒരു സ്നേഹത്തോടെ മുസ്ലിമീങ്ങളെ ശ്രമദാനമായി പള്ളി ഉണ്ടാക്കിയ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളെ സ്നേഹത്തോടെ കളിയാക്കിയെന്ന അങ്ങനെ ഒരു പാട്ട് പ്രചാരത്തിൽ വന്നു. മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി മാടായിപ്പള്ളി സത്യത്തിൽ കോലത്തിൽ രാജാവ് സ്വന്തം ചെലവിനാൽ പണി കഴിപ്പിച്ചതാകുന്നു. ഇതൊക്കെ മലബാർ മാനുവലിൽ നിന്നാണ്, സമസ്തയുടെ സൊവനീറാണ് എന്ന് നമ്മൾക്ക് വേണ്ടി തൽക്കാലം ഇവിടെ ചില ആളുകളെ നമ്മളെ ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചിട്ട് പറയാണ് എന്ന് വിചാരിക്കരുത്. ഇത് നമ്മളുടേതല്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എഴുതി ഉണ്ടാക്കിയതും അല്ല. ഇത് ഈ രാജ്യത്തിന്റെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. സാമൂതിരിയിൽ ഇതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഞാൻ മുഴുവനും കൂടി വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വായിക്കാത്തതാണ്. സാമൂതിരി രാജാവിന്റെ ഒരു രാജാവ് മരിച്ച അടുത്ത സാമൂതിരി അധികാര സ്ഥാനത്തിൽ കയറും. അങ്ങനെ ആ സ്ഥാനാരോഹണ ചടങ്ങില് ഒരു മുസ്ലിം ഒരാള് ഒരു മുസ്ലിം വൃദ്ധ സ്ത്രീയുടെ വേഷം കെട്ടിയിട്ട് വെറ്റില എടുത്തിട്ട് മുസ്ലിമായ ഒരാള് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം എടുത്ത് വെള്ളക്കാച്ചി തുണിയൊക്കെ എടുത്ത് വന്നിട്ട് വെറ്റില എടുത്ത് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇവിടെ ഈ കല്ലായിപ്പുഴയുടെ തീരത്ത് അതിനുവേണ്ടി പ്രത്യേകമായി പന്തലൊരുക്കുകയും അങ്ങനത്തെ ഒരു കർമ്മം നടത്തുകയും ചെയ്തിരുന്നു എന്നിവിടെ ലോഗൻ സാഹിബ് പറയുന്നുണ്ട്. ആ വെറ്റില സ്വീകരിക്കുക എന്നത് മുസ്ലിം ഉമ്മച്ചിയിൽ നിന്ന് വെറ്റില സ്വീകരിക്കുക എന്നതൊരു വലിയ കർമ്മമായി തീർന്നിരുന്നു. രണ്ട് കാര്യം അവിടുന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വൃദ്ധനായ മുസ്ലിം മാപ്പിളച്ചിയുടെ കോലം കെട്ടി വന്നിട്ടാണ് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, വലിയ ഗൗരവമായി മനസ്സിലാവുന്നത് ഒരു കാര്യം, മാപ്പിള പെണ്ണുങ്ങളിൽ വൃദ്ധയായ സ്ത്രീകൾ തന്നെ ഉണ്ടാവുമല്ലോ അന്നും, അതുറപ്പല്ലേ. പിന്നെന്തേ അവര് കൊടുക്കാതിരുന്നതാണെങ്കിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്ന സമ്പ്രദായം മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അവരിങ്ങനെ രാജാവിന് വെറ്റില കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി വരില്ല. ഇതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ പാർശ്വത്തിൽ ഒരുപാട് ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ കല്ലായിപ്പുഴയുടെ തീരത്ത് പന്തൽ കിട്ടും. ഒരു മുസ്ലിമായ വയസ്സിന് ഒരു മുസ്ലിം വൃദ്ധയുടെ വേഷം കെട്ടി വന്നിട്ട് രാജാവിന് വെറ്റില കൊടുക്കും. അതാണ് രാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലെ പ്രധാനപ്പെട്ട ഭാഗം. മലബാർ മാനുവലിൽ വില്യൻ ലോഗൻ സാഹിബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭഗവാൻ ഗിദ്വാനി എഴുതിയതാണ്, ടിപ്പുവിന്റെ കരവാൾ. ഇതൊന്നും മുസ്ലിമീങ്ങൾ എഴുതിയതല്ല, ടിപ്പുവിന്റെ കരവാൾ. ടിപ്പു എന്തിനു വേണ്ടി ജീവിച്ചു ഇതിൽ പറയുന്നുണ്ട്. മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി ടിപ്പുവിന്റെ പ്രസംഗം. ഒരു ശുദ്ധനായ ഇസ്ലാമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശുദ്ധനായ മുസ്ലിമായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഷഹീദ് ടിപ്പു സുൽത്താൻ റഹ്മഹുല്ലാഹ്. അല്ലാഹു തആല രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ ധീര ദേശാഭിമാനിയായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഷഹീദ് ടിപ്പു സുൽത്താൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു ഫിർദൗസിന്റെ വാതിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ശ്രദ്ധിക്കണം, 1787 ഇത് ഭഗവാൻ ഗിദ്വാനി എഴുതിയതാണ്. ദി സേഡ് ഓഫ് ടിപ്പു സുൽത്താന്റെ പരിഭാഷയാണ് ഇത്.